ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ഡിഫറൻസിനെ റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ. പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കർ അല്ല, ആരാണ്? കസ്റ്റമറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കസ്റ്റമർ ആരായിരിക്കും? ഇപ്പം നമുക്കൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ബാങ്കിലെ കസ്റ്റമേഴ്സാണ്. പക്ഷേ നമ്മളിങ്ങനെ BRS എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം എന്താ? നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ബുക്കേ ഉള്ളൂ, പാസ്ബുക്ക് മാത്രം. അപ്പം ക്യാഷ് ബുക്കും പാസ്ബുക്കും ഉള്ളത്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ബിസിനസ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ BRS പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. ഈ കസ്റ്റമർ ആരായിരിക്കും? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും, ഒരു ഫേം ആയിരിക്കും എപ്പോഴും BRS പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിക്കൺസൈൽ ദ പാസ്ബുക്ക് ബാലൻസ് വിത്ത് ദ ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഒരേ എമൗണ്ടാണ് ബാലൻസ് കിട്ടേണ്ടത്. ക്യാഷ് ബുക്കിൽ എന്ന് പറയുമ്പം ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ബുക്കിൽ നോർമലി ഇപ്പം ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ഒക്കെ ആണെങ്കിൽ അവിടെ ഏത് കോളം ഉണ്ടാവും? ബാങ്ക് കോളം ഉണ്ടാവും. ഈ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളവും പാസ്ബുക്കും ഇതിലെ രണ്ടിൻ്റെയും ബാലൻസ് റിക്കൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? BRS ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആരാണ്? കസ്റ്റമറാണ്. ഈ കസ്റ്റമർ ആരായിരിക്കും? ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിരിക്കും. ദെൻ എന്ത് വെച്ചിട്ടാണ് നമ്മൾ BRS സ്റ്റാർട്ട് ചെയ്യുന്നത്? BRS നമുക്ക് ഏത് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്ബുക്ക് ബാലൻസ് കിട്ടും. പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും. അപ്പോൾ BRS പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത് ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും രണ്ട് ബാലൻസ് ആകുമ്പോഴാണ്. എന്തുകൊണ്ടാണ് രണ്ട് ബാലൻസ് ആവുന്നത്? അതിനുള്ള ചില സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ചില ട്രാൻസാക്ഷൻസ് ബാങ്ക് അറിയും, പക്ഷേ ബിസിനസ് സ്ഥാപനം അറിയില്ല. ചില ട്രാൻസാക്ഷൻസ് കസ്റ്റമർ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ബാങ്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള സമയത്താണ് എന്ത് വരുന്നത്? മിസ്മാച്ച് വരുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസിലും പാസ്ബുക്ക് ബാലൻസിലും മിസ്മാച്ച് വരുമ്പോഴാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? BRS പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന 7 ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു. ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാൾക്ക് ചെക്ക് കൊടുത്തു, ചെക്ക് ഇഷ്യൂ ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ ബാങ്കിൽ കുറയുന്നതായിട്ട് കാണിക്കും. ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ അത്ര എമൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തതുപോലെയാണ് ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത്. അതേസമയം ഈ ചെക്ക് റിസീവ് ചെയ്ത ആൾക്ക് ക്യാഷിന് പ്രത്യേകിച്ച് എമർജൻസി ഒന്നും ഇല്ല വിചാരിച്ചോളൂ. അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ബാങ്കിൽ ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു ചെക്ക് ഇഷ്യൂ ചെയ്ത കാര്യം ബാങ്ക് അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബാങ്കിൽ എമൗണ്ട് കൂടിയാണ് കിടക്കുന്നുണ്ടാവുക. ഇതാണ് നമ്മളിവിടെ കുറച്ച് സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. എവിടെ? ബാങ്കിൽ. ഇങ്ങനെയാണെങ്കിൽ ബാലൻസുകൾ എങ്ങനെയായിരിക്കുന്നുണ്ടാവുക? ക്യാഷ് ബുക്കിൽ ബാലൻസ് കുറവും പാസ്ബുക്കിൽ ബാലൻസ് കൂടുതലും ആയിരിക്കും. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മളത് കുറച്ചിട്ടുണ്ട്, അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറവാണ്. ബാങ്ക് അത് അറിഞ്ഞിട്ടില്ല, അപ്പോൾ പാസ്ബുക്കിൽ കൂടിയിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. സെക്കൻഡ് ട്രാൻസാക്ഷൻ ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്. ചെക്ക് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെക്ക് റിസീവ് ചെയ്തു, പക്ഷെ നമ്മുടെ ബാങ്ക് ആ എമൗണ്ട് കളക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചെക്ക് റിസീവ് ചെയ്യുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് കൂടിയതായിട്ട് കാണിക്കും, അല്ലെ? റിസീവ്ഡ് സൈഡിൽ ബാങ്ക് കോളത്തിൽ അത്ര എമൗണ്ട് കൂടിയതുപോലെ കാണിക്കും, പക്ഷെ ബാങ്ക് അത് കളക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുന്നു, പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുന്നു. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്. നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷിന് മുകളിൽ നമുക്ക് എന്ത് തരുന്നു? ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നു. ഈ എമൗണ്ട് തരുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും? പാസ്ബുക്കിൽ അത്ര എമൗണ്ട് കൂട്ടും. പക്ഷേ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് എന്താണ്? കുറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കിടക്കുന്നു, പാസ്ബുക്കിൽ കൂടിയിട്ടാണ് കിടക്കുന്നത്. കാരണം എന്താ? ബാങ്ക് ഇൻട്രസ്റ്റ് വന്ന വിവരം കസ്റ്റമർ അറിഞ്ഞിട്ടില്ല, അപ്പോൾ കസ്റ്റമർ അത്ര എമൗണ്ട് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ കുറവും പാസ്ബുക്കിൽ കൂടുതലുമാണ്. ദെൻ നെക്സ്റ്റ് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്.
പല സർവീസും പ്രൊവൈഡ് ചെയ്യുമ്പം ബാങ്ക് എന്ത് ചെയ്യും, അതിനൊക്കെ ചാർജ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ബാങ്ക് ചാർജ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ അത്ര എമൗണ്ട് കുറയും. അപ്പോൾ പാസ്ബുക്കിൽ ബാലൻസ് കുറയുകയാണ് ചെയ്യാം. പക്ഷേ ഈ വിവരം ആരറിയുന്നില്ല, കസ്റ്റമർ അറിയുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ആവുന്ന സമയത്ത് ക്യാഷ് ബുക്കിൽ കൂടുതലും പാസ്ബുക്കിൽ കുറവുമാണ്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. ഇവിടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ കസ്റ്റമർ അല്ല, നമ്മുടെ കസ്റ്റമർ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു കസ്റ്റമർ. ഓക്കെ, വൺ ഓഫ് ദ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ അറിയുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് കൂടുന്നു, പാസ്ബുക്കിൽ എന്ത് ചെയ്യും, അത്ര എമൗണ്ട് കൂട്ടി കാണിക്കും. നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് കുറഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ, അതായത് നമ്മൾ തന്നെ. ഓക്കെ, ഈ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ്പം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, ഇന്ന ഡേറ്റിന് ഇത്ര എമൗണ്ട് ഇന്ന അക്കൗണ്ടിലേക്ക് പേ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പാസ്ബുക്കിൽ അത്ര എമൗണ്ട് കുറയും. പക്ഷേ ബാങ്ക് ഈ പേയ്മെൻറ്റ് ഇന്ന ഡേറ്റിൽ ഇത്ര എമൗണ്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർത്തിട്ടില്ലെങ്കിൽ നമ്മളത് ക്യാഷ് ബുക്കിൽ എഴുതില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് കൂടിയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിലെ എമൗണ്ട് കൂടുതലും പാസ്ബുക്കിലെ ബാലൻസ് കുറവും ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിസോണർ ഓഫ് എ ചെക്ക് റിസീവ്ഡ്. നമുക്ക് കിട്ടിയ ഒരു ചെക്ക് എന്ത് ചെയ്യുന്നു, ഡിസോണർ ആവുന്നു. ഓക്കെ, ഡിസോണർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ബുക്കിൽ ആ എമൗണ്ട് വന്നിട്ടില്ല. പക്ഷേ ചെക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ആ എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടുതലും പാസ്ബുക്കിൽ കുറവുമാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട സിറ്റുവേഷൻസ്. അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇത്രയും ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ് BRS നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ BRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പർപ്പസ് എന്താ, ടു റിക്കൺസൈൽ ദ പാസ്ബുക്ക് ബാലൻസ് വിത്ത് ദ ക്യാഷ് ബുക്ക് ബാലൻസ്. പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, കസ്റ്റമറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കസ്റ്റമർ ആരായിരിക്കും, ഒരു ബിസിനസ് എൻറ്റിറ്റി, ബിസിനസ് സ്ഥാപനമായിരിക്കും. ദെൻ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഐദർ ബൈ ടേക്കിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ് ഓർ ബൈ ടേക്കിംഗ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പാസ്ബുക്ക് ബാലൻസ് കിട്ടും. പാസ്ബുക്ക് ബാലൻസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ക്യാഷ് ബുക്ക് ബാലൻസും കിട്ടും. ഇത്രയും ട്രാൻസാക്ഷൻസിലാണ് എങ്ങനെയൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ബാലൻസ് വരുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ അറിയണം, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് CSEB പരീക്ഷകൾക്ക്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്നും കൂടെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു BRS എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് BRS സ്റ്റാർട്ട്സ് വിത്ത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ദെൻ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് വിൽ ബി ഡാഷ്. ഓക്കെ, നമ്മൾ പറഞ്ഞു BRS എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടും പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡിന് എന്താണ് ചെയ്യുക, ആഡഡ് ആണോ ചെയ്യുക, ഡിഡക്റ്റഡ് ആണോ ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതാ നോക്കുക. നമ്മൾ നേരത്തെ 7 ഐറ്റംസ് പറഞ്ഞു, അതിലേതാ തന്നിട്ടുള്ളത്, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാഷ് ബുക്ക് എന്നും പാസ്ബുക്ക് എന്നും എഴുതാം. ഓക്കെ, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലും ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവുമാണ്. ക്യാഷ് ബുക്കിൽ മൈനസും പാസ്ബുക്കിൽ പ്ലസും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. BRS സ്റ്റാർട്ട്സ് വിത്ത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BRS പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആഡഡ് ആണോ ഡിഡക്റ്റഡ് ആണോ. നമ്മുടെ ആൻസർ ഓപ്പോസിറ്റ് സൈഡിലുള്ള സിമ്പിളാണ്. ഓക്കെ, ആഡഡ് ആണ് ആൻസർ വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പെർട്ടിക്കുലർ BRS ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ നോക്കാം, ആ ട്രാൻസാക്ഷനിൽ ജസ്റ്റ് സിമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. ക്യാഷ് ബുക്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ, പാസ്ബുക്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ, ഇത് നോട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ബുക്കാന്ന് നോക്കാം. ആ ബുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലുള്ള സിമ്പിൾ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
If BRS starts with the balance as per passbook, then check issued but not presented will be dash. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കേസ് ഏതാണ്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? ചെക്ക് റിസീവ് ചെയ്തിട്ടുള്ള ആൾ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക? ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുക, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൽ എന്താ സംഭവിക്കുന്നത്? ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത്ര എമൗണ്ട് കുറയും, പാസ്ബുക്കിൽ അത്ര എമൗണ്ട് കൂടിയിട്ടാണ് കിടക്കുന്നത്. കാരണം ചെക്ക് റിസീവ് ചെയ്ത ആൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. BRS സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ബാലൻസ് വെച്ചിട്ടാണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, പാസ്ബുക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡിഡക്റ്റഡ്. ഓക്കെ, അപ്പം പാസ്ബുക്കാണ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള സിമ്പിളാണ് നമ്മുടെ ആൻസർ വരിക. സോ ആൻസർ ഈസ് ഡിഡക്റ്റഡ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് BRS സ്റ്റാർട്ട്സ് വിത്ത് ദ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബാലൻസ് എങ്ങനെയുള്ള ബാലൻസ് ആണ്? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. നേരത്തെ നമ്മൾ 2 എക്സാമ്പിൾസും പറഞ്ഞപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നില്ല, ജസ്റ്റ് ബാലൻസ് എന്ന് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ദെൻ ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ വിൽ ബി ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. എന്താണ്? ക്യാഷ് ബുക്ക് എന്ന് എഴുതുന്നു, ദെൻ പാസ്ബുക്ക് എന്ന് എഴുതുന്നു. ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ, നമ്മുടെ ഒരു കസ്റ്റമർ എന്ത് ചെയ്തു? ബാങ്കിലേക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്തു. അപ്പം ബാങ്കിൽ എന്ത് ചെയ്യും? പാസ്ബുക്കിൽ അത്ര എമൗണ്ട് കൂടും, നമ്മളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത്രയും കുറഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഇനി നമുക്ക് തന്നിട്ടുള്ള സ്റ്റാർട്ടിംഗ് ബാലൻസ് ഏതാണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു, അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ 2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിച്ചത്? ഏതാണോ ബുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സിമ്പിളായിരുന്നു ആൻസർ. ചോദ്യത്തിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം സൈഡിലുള്ള സിമ്പിളാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? ആഡഡ് ആണ് വരിക. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡിലൊന്നും ഒരു ചേഞ്ചും വരേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്യാഷ് ബുക്ക് എന്ന് എഴുതാം, പാസ്ബുക്ക് എന്ന് എഴുതാം, പ്ലസ് മൈനസ് സിമ്പിൾ വയ്ക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക? ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ സെയിം സൈഡിലുള്ള സിമ്പിൾ ആൻസർ ആയിട്ട് വരും. ഓവർ ഡ്രാഫ്റ്റ് അല്ലാത്ത നോർമൽ കേസിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള സിമ്പിളും ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആഡഡ് ഓർ ഡിഡക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ BRS എന്ന് പറയുമ്പോൾ BRSൽ നമുക്ക് അറിയേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. BRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ് ടു റിക്കൺസൈൽ ദ പാസ്ബുക്ക് ബാലൻസ് വിത്ത് ദ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. കസ്റ്റമറാണ്, ഇറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഐദർ വിത്ത് ക്യാഷ് ബുക്ക് ബാലൻസ് ഓർ വിത്ത് പാസ്ബുക്ക് ബാലൻസ്. then ഈ പറയുന്ന കസ്റ്റമർ ആരായിരിക്കും? ഒരു ബിസിനസ് എൻറ്റിറ്റി. ഓക്കെ, ഒരു ഫേം ആയിരിക്കും എപ്പോഴും BRS പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, 7 സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. ഓരോന്നിലും ഏതിലാണ് ആഡഡ്, ഏതിലാണ് ഡിഡക്റ്റഡ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ?